ഒടുവിൽ നന്ദു അനിയോട് സമ്മതം അറിയിക്കുന്നുവോ? അതേ പ്രേക്ഷകരെ, നമ്മളുടെ പത്തരമാറ്റ് വളരെ വ്യത്യസ്തമായൊരു കഥയിലോട്ട് പോകുകയാട്ടോ. നമ്മുടെ നയനയുടെയും ആദർശിൻ്റെയും ജീവിതം ഒരു മാറ്റവുമില്ല കൂട്ടുകാരെ. അടുക്കാൻ പോകുന്നു, പക്ഷെ അടുക്കുന്നില്ല. നമ്മുടെ കനകയ്ക്കാണെങ്കിൽ എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. നമ്മുടെ നയന നമ്മുടെ ആദർശിനോട് ബെഡിലാണ് കിടക്കുന്നുള്ള കാര്യം നമ്മുടെ കനക അറിഞ്ഞു. പക്ഷേ ഒന്നും തന്നെ അവിടെ നടന്നിട്ടില്ല എന്ന് നമ്മുടെ ആദർശ് പറഞ്ഞിട്ട് നമ്മുടെ കനക ഒന്നും വിശ്വസിക്കുന്നില്ല കേട്ടോ. നമ്മുടെ നയനയ്ക്ക് അതിൽ വല്ലാത്തൊരു വിഷമമൊക്കെ ഉണ്ട്. ആദർശ് ഇപ്പോഴും തന്നെ ഒരു അന്യായിട്ടാണല്ലോ കാണുന്നതെന്ന് ഓർക്കുമ്പോൾ മെയിനായി കാണിക്കുന്നത് നമ്മുടെ പ്രമോൽ അനിയുടെയും നമ്മുടെ നന്ദുവിൻ്റെയും കാര്യം തന്നെ ആട്ടോ. നമ്മുടെ നന്ദു ഇങ്ങനെ അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നൊക്കെ ഉണ്ട്, അനിയെ എനിക്ക് ഇഷ്ടമായിരുന്നു, പക്ഷേ എനിക്ക് അവന് വേറൊരു കല്യാണം ഉറപ്പിച്ചപ്പോൾ മുതൽ അവൻ ആ ഒരു രീതിയിൽ ഞാൻ കാണാറില്ല അച്ഛാ, അവൻ എൻ്റെ ഒരു ഫ്രണ്ട് മാത്രമാണെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ അനിയുടെ അടുത്തും പറയുന്നുണ്ട് കേട്ടോ, നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, പക്ഷേ എന്താ പറയുക, നീ അനന്തപുരിയിലെ കൊച്ചുമോൻ ഏറ്റവും ആ 3 കൊച്ചുമോന്മാരിൽ ഏറ്റവും നല്ലതാണ്, നയനേച്ച് പോലും സമ്മതിച്ചിട്ടുണ്ടെന്നൊക്കെ നമ്മുടെ നന്ദു പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ഹനിക്ക് ഭയങ്കര ഒരു ഇതാട്ടോ, നന്ദുവിനെ എന്നെ ഇഷ്ടമായിരുന്നല്ലോ, പിന്നെ അനാമിക വന്നത് കൊണ്ടാണല്ലോ അവളെ കൈവിട്ട് പോയെന്നുള്ളൊരു വല്ലാത്തൊരവസ്ഥ. അവസാനം ആ ഒരു പാതിരാത്രി നമ്മുടെ നന്ദുവിനെ കാണാൻ നമ്മുടെ ഹനി വരികയും ഹനി ഇങ്ങനെ നമ്മുടെ നന്ദുവിനെ നോക്കി തന്നെ ഇങ്ങനെ പോകുകയും നമ്മുടെ ഹനി ഇങ്ങനെ രാത്രിയിൽ ഇങ്ങനെ പോകുന്ന തിരികെ വീട്ടിലേക്ക് പോകുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മുടെ നന്ദു ഇങ്ങനെ നോക്കി നിൽക്കുന്നതും നമ്മുടെ പ്രേക്ഷകരുടെ ആ ഒരു ഹൃദയത്തെ ചെറുതായിട്ടെങ്കിലും മുറിവേൽപ്പിക്കുന്ന രംഗങ്ങളാണ് കേട്ടോ. എന്തായാലും നമ്മുടെ പത്തരമാറ്റ് പ്രേക്ഷകർ, നമ്മൾ കൂട്ടുകാർക്ക് നമ്മുടെ അനിയും നന്ദുവും തമ്മിൽ എത്രയും വേഗം വിവാഹം കഴിക്കണമെന്നുള്ളതാണ് നമ്മുടെ അനാമിക. ആർക്കും അത്ര താല്പര്യമില്ല അല്ലേ പ്രേക്ഷകരെ? എന്തായാലും അവരുടെ ആ ഒരു നന്ദുവിൻ്റെ മനസ്സ് മാറട്ടെ, നമ്മുടെ അനിയും നന്ദുവും തമ്മിൽ എങ്ങനെയെങ്കിലുമൊക്കെ വിവാഹം കഴിക്കട്ടെ അല്ലേ? അപ്പോൾ അതിനൊക്കെയായിട്ട് നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.